സൈഡിൽ ഇങ്ങനെ ഹോപ്പ് തന്നുകൊണ്ടിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇല്ല, ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് വിത്ത് അസ്. അത് നമുക്ക് അറിയാം. അതായത് വേർഡ്സ് വേറെയാ പറയണത്, ആക്ഷൻസ് വേറെയാണ്. അതായത് 24/7 നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഓൾ ഓഫ് എ സഡൻ നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്യില്ല, പുറത്തു പോവാൻ വിളിച്ചാൽ വരില്ല, മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സമയമില്ല, മേക്കിംഗ് എക്സ്ക്യൂസസ്. അങ്ങനത്തെ ഒരു ലിറ്ററലി നമ്മളെ അവോയ്ഡ് ചെയ്യണം. അതാണ് ആക്ഷൻസ്. പക്ഷെ വേർഡ്സിൽ അതല്ല വരുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നത്തിങ്, ഐ എം ജസ്റ്റ് ബിസി വിത്ത് മൈ വർക്ക്. ഡു യു സ്റ്റിൽ ലവ് മീ? യെസ്, ഓഫ് കോഴ്സ്. അത് ചോദിക്കുമ്പോ അങ്ങനെ മനസ്സിലാകുന്നുണ്ട്. യെസ്, സമ്മതിക്കണം. സോ അതാണ് ഞാൻ പറഞ്ഞത്. അതാ പറയണത്, നമുക്ക് ഒരിടത്തൊരു ഹോപ്പ് തന്നോണ്ടിരിക്കും, എന്നാൽ അറ്റ് ദ സെയിം ടൈം. സോ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, ലൈക്ക് അപ്പൊ നമുക്കൊരു മെന്റൽ ടോർച്ചർ ആണല്ലോ അത്. ലൈക്ക് നമ്മളത് we know that there is something happening, and ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു that there's this relationship going on എന്നുള്ളത്. അപ്പൊ എന്നോട് ഈ പറയുന്നൊക്കെ നുണയാണെന്നുള്ളത് എനിക്ക് അറിയാം. Stupid explanation. Exactly. I wanted to know how long this explanation will go. I knew the fact, പക്ഷേ I was buying all the things, the lies he was going on telling me. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഇല്ല, I don't want to do this anymore എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു. ഞാൻ അപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട്. എത്ര പെയിൻഫുൾ ആയിട്ടായിരിക്കും ആര്യ ഓരോ തവണയും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ, അറിഞ്ഞിരുന്നിട്ട് ചോദിക്കുമ്പോ എഗെയിൻ പുള്ളി പറയണ ഓരോ ഇങ്ങനത്തെ ഒരു ഇതിനകത്തുനിന്ന്. പക്ഷെ എനിക്ക് പലരും എന്നെ വിശ്വസിച്ചില്ല ഞാനിത് പറയുമ്പോ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പേഴ്സൺ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ടും വി ഹാഡ് കോമൺ ഫ്രണ്ട്സ് ഓൾസോ. സോ ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ കുട്ടിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. ബാക്കി കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചു. ബട്ട് ഹെർ ഹസ്ബൻഡ് ഫൗണ്ട് ഔട്ട്. ആള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോബഡി എൽസ്, ലൈക്ക് ഫ്രണ്ട്സ് ആർക്കും അറിയില്ലായിരുന്നു. നോബഡി വാസ് റെഡി ടു ബിലീവ് ഓൾസോ until they got married now. അപ്പോ can I ask you one more thing? ഇത് ആര്യായിട്ടാണോ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത്, അതോ he himself came and പറഞ്ഞോ ഞങ്ങൾ? He never said. പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു ഇങ്ങനെ ഒന്നുണ്ടോ. അപ്പൊ വാട്ട് ഹി സെഡ് ഇസ്, I was just emotionally supporting her because she was going through some family issues. അപ്പൊ I was like, okay, wow. എന്ന് വെച്ചാ whose friend is she? How do you know her? I mean, എന്റെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് പുള്ളിക്കാരി മോഡലായിട്ട് വന്നപ്പോഴാണ് ഇവർ ആദ്യം പരിചയപ്പെടുന്നത്. That is the only connection you have with her. Me and her, we have been studying together from school, from the KG till 12th we studied together. That's almost like 11-12 years together. And എൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത എന്ത് കാര്യം, എന്ത് family issues are you guys discussing with each other when I was in the show? So it was very evident. പക്ഷേ he was not ready to accept it. എന്നിട്ട് ഫൈനലി അവര് തന്നെ പറഞ്ഞു. അല്ല, അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. ആണോ? ഇത് I stopped this relation from my side. I had to do it. That is what he wanted also. നമ്മളെയും കൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണത്. That is how it works. They will never accept the fact. അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളെ ഈ മെന്റൽ ടോർച്ചർ നമ്മൾ എത്ര കാലം ഇങ്ങനെ നടക്കും? I waited for so long. I waited. Even after breaking up with him, I actually waited. I thought he will come back. വേണ്ടിയിരുന്നില്ല. അത് വേണ്ടിയിരുന്നില്ല. പക്ഷേ ഇനി വന്നാ പോലും ഡിസേർവ് ചെയ്യുന്നില്ല. ഇനി വരില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാര് within 1 year they got married. ഇതിൽ കൂടുതൽ വലിയ പ്രൂഫ് ഒന്നും എനിക്കിനി തരാനില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ പലരും വിശ്വസിച്ചില്ല. ഇപ്പോഴും എന്റെ കൂടെ പഠിച്ച, എന്റെയും ആ പുള്ളിക്കാരുടെയും കൂടെ പഠിച്ച പല ആൾക്കാർക്കും അറിയില്ല that they are legally married. They are legally married. അവര് legally married ആണ്. They are living together now. She got divorced from her ex-husband. Yeah. And they got married. ആ പുള്ളി ഡിസേർവ് ചെയ്യുന്നില്ല ഇതേപോലത്തെ ഒരു ചാമിങ്, ഒരു നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള വൈഫിനെ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആര്യയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യവും കൂടെ ആര്യയുടെ ചോദിക്കാനുണ്ട്. ആരാണ് ആ ഫ്രണ്ട് എന്ന് നോക്കിക്കോളൂ. യെസ്.
ഹലോ. അവിടെ നേരിട്ട് വന്ന് നിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് പറയണം എന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ചെലവഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് അബുദാബിയിലാണ്. അപ്പോൾ അങ്ങനെ നിനക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ വീഡിയോയിൽ വരാം എന്ന് വിചാരിച്ചു. നിന്നെ പറ്റി ഞാനിപ്പോൾ എന്താ പറയാ, എന്നോട് ഗദ്ദാഫി പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എടുത്തു പറയാൻ, അത് അങ്ങനെ വിവരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ നിന്നോടല്ലാട്ടോ പറഞ്ഞത്, ഞാൻ ഓഡിയൻസിനോടാണ് പറയുന്നത്. ആര്യ എന്ന് പറയുന്ന ആള് ഒരു ട്രൂലി ജെനുവിൻ ഫ്രണ്ടാണ് എൻ്റെ. ട്രൂലി ജെനുവിൻ ഫ്രണ്ട് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പില് ഓവർ ജെനുവിൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴും വിളിക്കാറോ സംസാരിക്കാറോ, എല്ലാ ദിവസവും 24 മണിക്കൂറും കുത്തിയിരുന്ന് ഫോണിലിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ആൾക്കാരൊന്നല്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും അവൾ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ടും വരും, അവൾ എപ്പോൾ വിളിച്ചാലും ഞാൻ അവളുടെ ആവശ്യത്തിനായിട്ടും പോകും. അതാണ് ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടർ എന്നുള്ളതും ഒക്കെ. ഞാൻ ഒരുപാട് കാര്യത്തിൽ ആര്യയെ കണ്ട് പഠിക്കുന്ന ആളാണ്. എന്നാൽ ചില കാര്യത്തിൽ അവള് അങ്ങനെ തിരുത്താൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ കൂടിയും കുറച്ച് കുറയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ജെനുവിനിറ്റി അവള് ഫ്രണ്ട്ഷിപ്പില് ഓവറായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആര് വന്നാലും അവളുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം കാണുന്നത്. അതുകൊണ്ട് ചില ദൂഷ്യവശങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് അവളുടെ ലൈഫിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോഴൊക്കെ ഞാൻ അവളോട് പറയും, എടി നീ ഇത്ര ജെനുവിൻ ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് ഇന്ന ആളെ പറ്റി നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ അത് വേണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ജെനുവിനിറ്റി അവള് 100% അവളുടെ ഒരു ഫേക്ക് ഇല്ലാതെ, ഒരു ഫേക്ക്നെസ് ഇല്ലാതെയാണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേസ് നമ്മളെ കാണിക്കാതെയാണ്, ഫേക്ക്നെസ് ഇല്ല അവൾക്ക്. അവള് നല്ല ജെനുവിനായിട്ട് തന്നെയാണ് എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും അവൾ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇപ്പൊ എൻ്റെ ഒരു സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം, ഒരാളെ കണ്ട മാക്സിമം ഫിൽട്ടർ ചെയ്ത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ക്രൂഷ്യലായിട്ട് കുറച്ച് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഒന്ന് അടുപ്പിക്കുന്നതും ഒക്കെ. പക്ഷെ ആർക്കും അങ്ങനെ ഒരു ഫിൽട്രേഷനും ഇല്ല ഫ്രണ്ട്ഷിപ്പില്. അത് കുറച്ച് കുറയ്ക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, അത്രയേ ഉള്ളൂ. എക്കാലത്തും ആര്യ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ട്രൂലി ജെനുവിൻ ഫ്രണ്ട് തന്നെയായിരിക്കും. അത് ഇനിയും ഒരുപാട് കാലം അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ആവണേന്നുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാത്തിനും എല്ലാ കാലത്തും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും.